മൂന്നാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് കണ്ടു. അത് അന്നത്തെ ദിവസം ഞങ്ങളൊരു ബന്ധുവിൻ്റെ ഒരു ഫംഗ്ഷന് പോയിട്ട് വരുമായിരുന്നു. അപ്പം പോണ വഴിക്ക് കുറച്ച് ഭാഗം റോഡ് എന്താ പറയുക ടാർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മെറ്റിലേക്ക് കിടക്കുന്ന റോഡായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് പോയത്. അന്ന് മൂന്നാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ഒന്നും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. ഒരുപാട് ടെൻഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു 2 ആഴ്ച. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി. ഫോണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫ്രണ്ട് ക്യാമറ വർക്കാവുന്നില്ലായിരുന്നു. അപ്പോൾ അതിന് പകരം വേറെ ക്യാമറ ഇട്ടെങ്കിലും അത് നല്ല തെളിച്ചില്ല. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കമ്പനിയിലെ തന്നെ ഒറിജിനൽ ക്യാമറ കിട്ടാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഈ ഒരു മങ്ങൽ പോലെ കാണും. പിന്നെ ഞാൻ ഇന്ന് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി. കാരണം കുറേ നാളുണ്ടേ ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യണമെന്ന്. വേറൊന്നുമല്ല, നമുക്കിപ്പോൾ 8 മന്താണ്. അപ്പോൾ ഡെലിവറി ഉടനെ തന്നെ കാണും. അടുത്ത മാസം ഈ ആഗസ്റ്റ് മാസം ലാസ്റ്റോ അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യമോ കാണും. നമുക്ക് കറക്റ്റ് ഡേറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ടെൻഷനിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും. എനിക്ക് മുന്നേ തന്നെ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. 3 മാസത്തെ ബ്ലീഡിങ്ങും പിന്നെ അതിലൂടെ സ്കാനിങ്ങിലൂടെ ലോലയും പ്ലാസൻ്റ കണ്ടെത്തിയതും എല്ലാം ഞാൻ വീഡിയോയിലൂടെ അപ്പോഴപ്പോഴും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. ഈ പ്ലാസൻ്റയെ കുറിച്ച് നമ്മൾ കുഞ്ഞുനാളിൽ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ഈ പ്ലാസൻ്റയെ കുറിച്ച് അങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് ഡെലിവറിക്കും പ്ലാസൻ്റ എന്താണെന്നോ അതിൻ്റെ കടമ എന്താണെന്നോ അങ്ങനെയൊന്നും അറിയത്തില്ല. നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇപ്പം എനിക്ക് 2ാമത്തെ ഡെലിവറിക്ക് പ്ലാസൻ്റ പ്രീവിയ അല്ലെങ്കിൽ ലോലയും പ്ലാസൻ്റ അത് വന്നപ്പോഴാണ് അതിനെ പറ്റി കൂടുതൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. യൂട്യൂബിലൂടെയും അല്ല ഡോക്ടേഴ്സ് പറഞ്ഞതിലൂടെയും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഈ ലോലയും പ്ലാസൻ്റ അല്ലെങ്കിൽ ഈ പ്ലാസൻ്റ പ്രീവിയ കണ്ടുവരുന്നത് നമുക്ക് മുന്നേ തന്നെ സിസേറിയൻ കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ ഏജ് പ്രോബ്ലം ആയിട്ടുള്ളവർക്കുമാണ് ഈ മെയിനായിട്ട് ഈ പ്ലാസൻ്റ പ്രീവിയ കണ്ടുവരുന്നത്. ഈ ലോലയും പ്ലാസൻ്റ എന്ന് പറയുമ്പോഴും നമ്മുടെ യൂട്രസിൻ്റെ താഴെ വന്ന് പ്ലാസൻ്റ അറ്റാച്ച് ചെയ്യുന്നതിനാണ് ലോലയും പ്ലാസൻ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് വെച്ചാൽ തന്നെ ബ്ലീഡിംഗ് ആണ്, വേദന ഇല്ലാത്ത ബ്ലീഡിംഗ് ആണ്. അപ്പോൾ എനിക്ക് 2ാമത്തെ ഡെലിവറി ആയപ്പോഴത്തേക്കും ആദ്യത്തെ അബിക്കുട്ടനെ ഞാൻ ഫസ്റ്റ് ഡെലിവറിക്ക് ഞാൻ പ്ലാസൻ്റയെ കുറിച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല, എനിക്കറിയത്തില്ല. 2ാമത് ഇങ്ങനെ പ്രോബ്ലം വന്നപ്പോഴാണ് കൂടുതലും മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പം അത് ഞാൻ മനസ്സിലാക്കിയത് കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ആദ്യത്തെ സിംറ്റംസ് അത് ഇങ്ങനെ ഉണ്ടെന്ന് ആദ്യം കാണിച്ചതിന് ലക്ഷണം തന്നെ വേദനയില്ലാത്ത ബ്ലീഡിംഗ് ആണ്. അപ്പോൾ ഒരു 3ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ബ്ലീഡിങ് കണ്ടു. അത് അന്നത്തെ ദിവസം ഞങ്ങളൊരു ബന്ധുവിൻ്റെ ഒരു ഫംഗ്ഷന് പോയിട്ട് വരുമായിരുന്നു. അപ്പം പോണ വഴിക്ക് കുറച്ച് ഭാഗം റോഡ് എന്താ പറയുക ടാർ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ മെറ്റിലേക്ക് കിടക്കുന്ന റോഡായിരുന്നു. അപ്പോൾ അതിലൂടെയാണ് പോയത്. അന്ന് മൂന്നാമത്തെ മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തന്നെ എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. അങ്ങനെ പോയിട്ട് അങ്ങനെ ആ ഫംഗ്ഷനെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് ഒരു ഉറക്കം കഴിഞ്ഞു. ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും ബ്ലീഡിങ് കണ്ടു. അപ്പം നമുക്കറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ബ്ലീഡിങ് കാണുമ്പോൾ നമ്മൾ ആദ്യം ഒന്നും അറിഞ്ഞിടത്ത് എന്ത് വിചാരിക്കും. ഞാൻ ആദ്യം കരുതിയ അബോർഷനായിരുന്നാണ്. ഞാൻ നല്ലവണ്ണം ടേഷടി നിലം വിളിച്ചൊരു ചേട്ടനടുത്ത് ചെന്ന കാര്യം പറഞ്ഞു. പിന്നീട് ഞങ്ങൾ വിചാരിച്ചു ആ റോഡിൽ കൂടെ പോയതുകൊണ്ടായിരിക്കും, അങ്ങനെയുള്ള റോഡിൽ കൂടെ പോയതുകൊണ്ടായിരിക്കും ഞങ്ങൾ കെയർലെസ് ആയിട്ടുള്ള ഒരു ആയിപ്പോയല്ലോ എന്ന് വെച്ചിട്ട് നല്ല ടെൻഷൻ അടിച്ചിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോയി ചെന്നപ്പോൾ അവിടെ ഒരു 5 മണി വൈകുന്നേരം 5 മണിയെ കഴിഞ്ഞു. അപ്പോൾ OP എല്ലാം അടച്ചു. നമ്മൾ നേരെ ലേബർ റൂമിൽ പോയി. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ ഒബ്സർവേഷന് ഇരുത്തി കേട്ടോ. ഒരു 2-3 മണിക്കൂർ ഒബ്സർവേഷന് ഇരുത്തി. ചേട്ടനോട് പാഡ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആ ഒരു ബ്ലീഡിങ് കണ്ടതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ബ്ലീഡിങ് ഒന്നും വന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഒരു 7 മണി വരെ എന്നെ ലേബർ റൂമിൽ ഇരുത്തിയിരുന്നു. അപ്പോഴൊന്നും പിന്നെ ബ്ലീഡിങ് കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് സെൻസറ്റൈൻ എന്ന് പറഞ്ഞൊരു ഗുളിക തന്നിട്ട് വീട്ടിൽ പറഞ്ഞയച്ചു. പിന്നെ നമുക്ക് അത് ഈ പ്ലാസൻ്റ പ്രീവിയ ആണ് അല്ലെങ്കിൽ ലോലയും പ്ലാസൻ്റ ആണെന്ന് അറിയുന്നത് 5ാം മാസത്തെ സ്കാനിങ്ങിലൂടെയാണ് മെയിനായിട്ട് എല്ലാവർക്കും അറിയുന്നത്. എനിക്ക് അതുപോലെ തന്നെ 5ാം മാസത്തെ സ്കാനിൽ ചെന്നപ്പോഴത്തേക്കും
പ്ലാസിൻ്റെ പ്രീവ്യൂ കണ്ടെത്തി. അപ്പോൾ ഡോക്ടർ എന്നോടിങ്ങനെ നല്ല റെസ്റ്റ് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കാര്യം പറഞ്ഞു, റെസ്റ്റ് എടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ തനിയെ, ഞാനും ചേട്ടനും എൻ്റെ മോനുമായിട്ടാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് ഹെൽപ്പിന് ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാൻ. എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുന്ന കാര്യം പറയുന്നത് കേരളത്തിലാണ് അമ്മയുടെ വീട്, എൻ്റെ വീട്. അപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. ഞാനത് അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം നടക്കാനൊന്നും പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അവരെ കൂടെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് വെച്ച് നാത്തുമാരൊക്കെ ഉണ്ട്, എന്നിരുന്നാലും വേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, അബിക്കുട്ടൻ്റെ ക്ലാസ്സൊക്കെ മിസ്സാവും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ. തമിഴ്നാട്ടിലാണ് ഞാൻ എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും വെച്ചിട്ട് ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാം, കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്യാമെന്ന് ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തൊക്കെയായാലും നല്ല റെസ്റ്റ് വേണം അതിന്. അപ്പോൾ എല്ലാവർക്കും മെയിനായിട്ട് ഒരു 100-90% പ്ലാസിൻ്റെ പ്രീവിയയിൽ 8ാം മാസം ആകുമ്പോൾ അത് മുകളിലേക്ക് കയറുന്നതാണ്, നല്ല റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ. എൻ്റെ അവസ്ഥയിൽ റെസ്റ്റേ ഇല്ലായിരുന്നു. വീട്ടിലെ ജോലികളും പിന്നെ കുഞ്ഞിനെ സ്കൂളിൽ വിടുന്നതും ഒക്കെ ആയിട്ട് ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ ചില ആളുകളിലൊക്കെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ നമ്മുടെ ജോലി നമ്മൾ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ജോലികൾ ചെയ്തു, ബാക്കി എൻ്റെ ചേട്ടൻ സഹായിച്ചു തന്നു. പിന്നെ സൺഡേ ഒക്കെ ഫുള്ളും ചേട്ടൻ തന്നെയാണ് വീട്ടിലെ ജോലിയെല്ലാം നോക്കിയിരുന്നത്. അങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. 8ാം മാസത്തെ പ്രതീക്ഷയായിരുന്നു. 8ാം മാസത്തെ സ്കാനിൽ എടുക്കുമ്പോൾ പ്ലാസിൻ്റെ പ്രീവ്യൂ അത് പ്ലാസിൻ്റെ മുകളിലേക്ക് കയറും എന്നായിരുന്നു എൻ്റെ വിചാരം. അപ്പോഴത്തേക്കും ഞാൻ അങ്ങനെ 8ാം മാസം ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ സ്കാനിങ്ങിന് എഴുതുന്നു, പ്ലാസിൻ്റെ പൊസിഷൻ അറിയുന്ന സ്കാനിങ്ങിന്. ആവശ്യമില്ലാത്ത കുറേ സ്കാനിങ് ഞാൻ നടത്തി, കാരണം ഈ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നപ്പോൾ എനിക്ക് ലോലയും പ്ലാസിൻ്റെ തന്നെയാണ്, പ്ലാസിൻ്റെ മുകളിലോട്ട് കയറിയിട്ടില്ല. എനിക്കന്നേ അറിയാമായിരുന്നു അത് കയറത്തില്ല. പിന്നെ 8-9 മാസം കഴിഞ്ഞ് കയറിയില്ലെങ്കിൽ പിന്നെ അതിന് നോക്കേണ്ട ആവശ്യമില്ല, കാരണം കുഞ്ഞിൻ്റെ ഹെഡിൻ്റെ വെയിറ്റും എല്ലാം കാരണം അത് താന്ന് വരത്തേ ഉള്ളൂ. പിന്നെ മുകളിലേക്ക് കയറാൻ ചാൻസ് കുറവാണ്. അങ്ങനെ ഡോക്ടർ ഇപ്പോഴും ലോലയും പ്ലാസിൻ്റെ തന്നെയാണ്, പ്ലാസിൻ്റെ കീഴിൽ തന്നെയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ ഡോക്ടർ തമിഴ്നാട്ടിൽ പറയുന്നത് നഞ്ചുകൊടി എന്നാണ്. ആദ്യം എനിക്ക് ഫസ്റ്റിൽ എനിക്ക് നഞ്ചുകൊടി താന്നിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഞാൻ യൂട്രസ് എന്നാണ് വിചാരിച്ചത്, ആകെ ടെൻഷനായിട്ട്. പിന്നീടാണ് അത് മനസ്സിലാക്കിയത് നമ്മുടെ മറുപിള്ളയാണ് എന്ന്, പ്ലാസിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയത്. അപ്പോഴേക്കും ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കി, ഇങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ സെർച്ചൊക്കെ ചെയ്തു. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പ്ലാസിൻ്റെ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഫണ്ടൽ പ്ലാസിൻ്റെയും ആൻറ്റീരിയർ പ്ലാസിൻ്റെയും പോസ്റ്റീരിയർ പ്ലാസിൻ്റെയും. ഫണ്ടൽ പ്ലാസിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ്. അത് നോർമൽ പ്ലാസിൻ്റെയാണ്, നോർമൽ ഡെലിവറിക്ക് സാധ്യതയുള്ള പ്ലാസിൻ്റെയാണ്. രണ്ടാമത് വരുന്നത് ആൻറ്റീരിയർ ആണ്. ആൻറ്റീരിയർ ആണെങ്കിൽ നമ്മുടെ യൂട്രസിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ പ്ലാസിൻ്റെ, അതും വലിയ കുഴപ്പമില്ലാത്തതാണ്. പിന്നീട് വരുന്നത് പോസ്റ്റീരിയർ, നമ്മുടെ യൂട്രസിൻ്റെ ബാക്കിലായിട്ടാണ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആ പ്ലാസിൻ്റെ, അത് നമ്മുടെ നട്ടലിനോട് ചേർന്നിട്ട്. ഇനി വരുന്നതാണ് ലോവർ ലൈൻ പ്ലാസിൻ്റെ, അത് അടിയിലായിട്ടാണ് വരുന്നത്. എനിക്ക് ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതിൽ തന്നെ ഈ പ്ലാസിൻ്റെ തന്നെ ഗ്രേഡ് 0, 1, 2, 3, 4 എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അപ്പോൾ 0, 1, 2 വല്ല കുഴപ്പമില്ല, 3, 4 നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതാണ് ഡേഞ്ചർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രേഡിൽ തന്നെ ഗ്രേഡ് പറയുന്നതെന്ന് വെച്ചാൽ പ്ലാസൻ്റയുടെ കപ്പാസിറ്റിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗ്രേഡ് 1, 2 ഒക്കെ നമ്മുടെ കുഞ്ഞിന് നമ്മൾ പോഷകങ്ങൾ കൊടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. പക്ഷേ 3, 4 കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് ഡെലിവറി നടത്തുന്നത്. അപ്പോൾ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത്തെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ പ്ലാസൻ്റ എന്താണെന്നും അതിൻ്റെ കർമ്മം എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യൻസും പോഷകങ്ങളും നമ്മളിൽ നിന്നും പ്ലാസൻ്റ വഴി എത്തിക്കാനും, അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ വേസ്റ്റുകളൊക്കെ നമ്മുടെ പ്ലാസൻ്റ വഴി നമ്മൾ പുറത്തേക്ക് ഡംപ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അവയവമാണ് പ്ലാസൻ്റ. അത് നമ്മുടെ ഗർഭകാലഘട്ടം കഴിഞ്ഞാൽ, ഡെലിവറി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനോടൊപ്പം പ്ലാസൻ്റയും പുറത്തേക്ക് വരും എന്നൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എനിക്ക് 8ാം മാസത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റയുടെ പൊസിഷൻ നോക്കി. ആ സ്കാനിങ്ങിൽ എനിക്ക് പ്ലാസൻ്റയുടെ പൊസിഷൻ ലോലയും തന്നെയാണ്. അപ്പോൾ ഗ്രേഡ് നോക്കിയപ്പം ഗ്രേഡ് 2 ആണ്. വലിയ കുഴപ്പമില്ല. ഗ്രേഡ് 3, 4 പേടിക്കേണ്ടത്. അപ്പോൾ ഡോക്ടർ എന്നോട് ഇപ്പോഴും ലോലയും തന്നെയാണ്, ഇനി നമുക്ക് ഒരു MRI സ്കാൻ എടുക്കണം. MRIയിലാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ തെളിയും.
ഇപ്പോൾ MRI എടുക്കുമ്പോൾ അതിലും നമ്മൾ പ്ലാസൻ്റ താന്ന് തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം നമ്മുടെ മെഡിക്കൽ കോളേജ് നാഗർകോവിലാണ്. അപ്പോൾ അത് നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്, കാരണം നല്ല ദൂരവും പിന്നെ കൂടെ നിൽക്കാനൊക്കെ ഉള്ള സൗകര്യം ഒന്നും ഒരു ഒരു ഊഹവും ഇല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്ന് ആകെ ടെൻഷൻ അടിച്ച നാളുകൾ. അപ്പോൾ പിന്നെ ഞാനാണെങ്കിൽ പിന്നെ പ്രാർത്ഥന, ദൈവമേ ഇനിയിപ്പോൾ എന്നാ ചെയ്യും ഈ ഒരു അവസ്ഥയിൽ. എനിക്കറിയാം നമ്മുടെ അതിനേക്കുള്ള റെസ്റ്റും കാര്യമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ MRIക്ക് ഡേറ്റ് എഴുതി തന്നു. ആഗസ്റ്റ് 4-ന് MRI എടുക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആഗസ്റ്റ് 4-ന് ചെന്നപ്പോൾ എനിക്ക് അവർ പ്രൈവറ്റ് സ്കാൻ സെൻറ്ററിലാണ്. അവർ പിറ്റേ 5-ാം തീയതിക്ക് ഡേറ്റ് ഇട്ട് തന്നു. ഞങ്ങളങ്ങനെ പോയി 5-ാം തീയതി പോയി ഞാൻ ചേട്ടനോടെ പോയി MRI എടുത്തു. മോനെ സ്കൂളിലാക്കിയിട്ട് ഞങ്ങൾ പോയി. എനിക്ക് MRI എടുത്തു. MRI എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് MRI സ്കാൻ ചെയ്യുന്നത്. എനിക്ക് അതിനുള്ള സംഭവങ്ങളൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറോളം നമ്മൾ ആ മെഷീനകത്ത് കിടത്തിരിക്കും. നമ്മൾ ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് നല്ല സൗണ്ടാണ്. അതിനകത്ത് കയറിയപ്പോൾ തന്നെ ശ്വാസം മുട്ടലും തലകറക്കമൊക്കെ ഉണ്ടായി. എന്നിരുന്നാലും ഒരുമാതിരി പിടിച്ചെന്ന് നമ്മുടെ ഫുള്ളും പ്രാർത്ഥനയോട് നിന്നിട്ട് അവസാനം സ്കാൻ റിപ്പോർട്ട് കിട്ടി. സ്കാൻ റിപ്പോർട്ട് ഞാൻ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൽ ലോലയും പ്ലാസിൻ്റെ തന്നെയാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഉറപ്പിച്ചു, ദൈവമേ സത്യം ഹോസ്പിറ്റലിൽ എന്നെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലാക്കും എന്ന്. അത്രയും കണ്ടീഷൻ മോശമാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ, ഞങ്ങൾ ചികിത്സിക്കുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ OP കഴിഞ്ഞ് വൈകുന്നേരമായി. അപ്പോൾ ഞാൻ നേരെ ലേബർ റൂമിൽ ചെന്നപ്പോൾ വേറെ ഡോക്ടേഴ്സും പിന്നെ സീനിയർ ഡോക്ടർ പിന്നെ ജൂനിയേഴ്സ് ഡോക്ടർമാരെല്ലാവരും ഉണ്ട്. കൊണ്ടുകൊടുത്തിട്ട് ഞാൻ ആകെ തകർന്ന് നിൽക്കുവാണ്, ടെൻഷൻ അടിച്ചിട്ട് പ്രാർത്ഥനയിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും അവരത് ലോലൈൻ ക്ലാസ്സിൽ നോക്കുന്നില്ല, ഗ്രേഡാണ് നോക്കിയത്. ഗ്രേഡ് എനിക്ക് 2-ൽ നിന്നും 1-ലേക്ക് ആയിരിക്കുന്നു. അപ്പോഴത്തേക്കും ഡോക്ടറിന് കുഴപ്പമില്ല, ഗ്രേഡ് 1 ആണ്, നമുക്ക് കുഞ്ഞിന് ഫുഡ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉള്ള പ്ലാസിൻ്റെ ഗ്രേഡാണ് എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ തന്നെ ഡെലിവറി നോക്കാം. സകല ദൈവങ്ങളെ വിളിച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇറങ്ങി. അത്രയ്ക്കും ഒരു സന്തോഷമായിരുന്നു. എന്നിരുന്നാലും പ്ലാസിൻ്റെ ലോലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഗ്രേഡ് 1 ആയതുകൊണ്ട് നമുക്ക് പ്ലാസിൻ്റെക്ക് നല്ല കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ഡെലിവറി ഇനി എത്രത്തോളം നീട്ടാമോ അത്രത്തോളം നീട്ടാം. ഇപ്പോൾ 8-ാം മാസം പകുതിയായി. ചേട്ടൻ പറഞ്ഞ എങ്ങനെയല്ല 9 മാസം പിടിച്ച് നിൽക്കണം. 9 മാസം കഴിഞ്ഞിട്ട് എപ്പം ഡെലിവറി ആയാലും നമുക്ക് കുഴപ്പമില്ലല്ലോ, കുഞ്ഞിൻ്റെ വെയിറ്റ് കറക്റ്റായിട്ട് കിട്ടുമല്ലോ അങ്ങനെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം മനസ്സിന് ചെറിയൊരു ആശ്വാസം ഉണ്ടെങ്കിലും പിന്നെയും നമ്മൾ വെയിറ്റ് എടുത്തുവിടാ കൂടുതലും ജോലികളൊന്നും ചെയ്തുവിടാ. ഞാൻ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ തുടർന്ന് തന്നെ പോവുകയാണ്. പിന്നെ മോനെ ഇനി കുറച്ചാളോടെ കഴിഞ്ഞ് മോനെ ലീവ് എടുപ്പിക്കണം സ്കൂളിൽ, കാരണം എനിക്ക് രാവിലെ അവനെ ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യാതിരുന്നത്, ഷോർട്ടായാലും ലോങ് ആയാലും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്നെപ്പോലെ ഉള്ളവർ, ഈ ലോലയും പ്ലാസിൻ്റെ ഉള്ളവർ കഴിവതും റെസ്റ്റ് എടുക്കാൻ നോക്കണം. ഇങ്ങനെ ഇതുപോലെയാണ് ടെൻഷൻ അടിക്കരുത്. പിന്നെ എന്താ പറയുക, ഇതുപോലെ തന്നെ ലോലയിന് പ്ലാസിന് തുടർന്ന് പോവുകയാണെങ്കിൽ പ്രസവ സമയത്ത് നമുക്ക് നല്ല ബ്ലീഡിങ് ആവും, വിഷയമാവും. അതുകൊണ്ട് കൂടിയാണ് ഡോക്ടേഴ്സ് ഇങ്ങനെ നമുക്ക് റെസ്റ്റ് പറയുന്നത്. എനിക്ക് അതിനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെസ്റ്റ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. എനിക്ക് ഡേറ്റ് ഇതുവരെ തന്നിട്ടില്ല. ഈ ആഗസ്റ്റ് ലാസ്റ്റോ അല്ലെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബറിൽ ആദ്യമായിരിക്കും. എന്തായാലും ദൈവം കാത്തു. MRIയിൽ ഇങ്ങനെയാണ് കണ്ടത്. അപ്പോൾ ഇതെല്ലാവരും എൻ്റെ ഫാമിലി അറിയിക്കണം തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തത്. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ ഡെലിവറി കഴിഞ്ഞാലും പിന്നെ കുറച്ചാൾ വീഡിയോ ഒന്നും ഇല്ലെങ്കിലും ആരും എന്നെ മറക്കരുത്. ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ പറയാൻ എല്ലാവരോടും. എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.